ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6 51 മുതൽ 58 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചുവെങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ശ്വസിക്ക് മുമ്പ് നമുക്ക് നിന്നുകൊണ്ട് തന്നെ ഒരു നിമിഷം മൗനമായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. അവൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല, എന്നേക്കും ജീവിക്കും. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ നൽകി. സ്നേഹമുള്ളവരെ, പരിശുദ്ധമായ ദേവാലയത്തിലെ വിശ്വകുമാരിക്ക് വന്നിരിക്കുന്ന അഭിജന്യ മറ്റോലികാരും ജോഖിച്ചനും നിങ്ങളെല്ലാവരെയും കൃത്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയ കാഞ്ഞിരത്തിങ്കൽ ജോബ് സി ചേച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളുടെ ഓർമ്മയിൽ നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ ഓർമ്മയോട് ചേർത്ത് നമ്മുടെ പ്രിയപ്പെട്ട അമ്മ ചേച്ചിയെ കൂടെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ കൃപകൾ ഈ കുടുംബത്തിൽ ഈ സഹോദരിയിലൂടെ ധാരാളമായിട്ട് അവിടുന്ന് വർഷിച്ചിട്ടുണ്ട്. സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം അപേക്ഷിക്കാം. ജീവിതകാലത്ത് എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സഹോദരിക്ക് മാപ്പ് കൊടുക്കണമെന്ന് ഈ വിശുദ്ധ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മരിക്കയില്ലെന്നുള്ള അവിടുത്തെ വാക്ക് നമുക്ക് വിശ്വസിച്ചേറ്റ് പറയാം. നമ്മുടെ ജീവിതം എന്തുമാത്രം ദിവ്യകാരുണ്യത്തോട് വിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കുന്നുവോ, നമ്മുടെ മക്കളെ എന്തുമാത്രം ഈ അൾത്താരയോട് ചേർത്ത് വളർത്തുന്നുവോ, അതനുസരിച്ചാണ് നമ്മുടെയും നിത്യജീവിതത്തിലേക്കുള്ള വഴി. ജനേഷിനെയൊക്കെ അങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഞാനിന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വന്നത്. നമുക്ക് അടുത്ത തലമുറയിൽ ഈ അൾത്താരയോടും വിശുദ്ധ കുർബാനയോടും വിശുദ്ധ കുർബാന സ്വീകരണത്തിലും ചേർത്ത് നിർത്തുവാനായിട്ട് പരിശ്രമിക്കണം. അങ്ങനെ ഇവിടം കൊണ്ട് അവസാനിക്കാത്ത നിത്യജീവനിലേക്ക് നമുക്കെല്ലാവർക്കും ഒരു ദിവസം ഒന്നിക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും
നമുക്കെല്ലാം നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റൊരു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ കൈകൊള്ളണമേ ദിവ്യബലി. ഞങ്ങളെ ഒന്നായി നിൻ തിരുമുൻപിൽ കാഴ്ചയണയ്ക്കും ആദരവായി കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസരവിടത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീമാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധങ്ങളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിജനകമായി സമർപ്പിച്ച നീതിമാന്മാരും ശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. വൈശുദ്ധരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ കത്തിരിഞ്ഞു പോയുള്ള ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.